എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർ മഠം ശ്രീരാമ ഹനുമാനം ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന സമ്പൂർണ്ണ ശ്രീമദ് ഭഗവത്ഗീത പാരായണ പ്രഭാഷണ പരമ്പരയിൽ 36-ാം ദിവസമായ ഇന്ന് ധ്യാന ശ്ലോകം ചൊല്ലുന്നത് ത്രിദേവ് ആൻഡ് തസ്വിക, 2 കുട്ടികളാണ്. ത്രിദേവും തസ്വികയും നല്ല അച്ചടക്കമുള്ള കുട്ടികളാണ്. സ്വാമിയാർ മഠത്തിലെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അവരുടെ അച്ഛനമ്മയും വളരെ താല്പര്യം കാണിച്ചു കുട്ടികളെ ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഏറ്റവും സ്നേഹത്തോടുകൂടി ത്രിദേവിനെയും തസ്വികയെയും ധ്യാന ശ്ലോകം ചൊല്ലുന്നതിനായിട്ട് ക്ഷണിക്കും. ഓം ഭാസായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാ പുരാണ മുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണി ഭഗവതി അഷ്ടദശാധ്യായിനി അംബത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണി നമസ്തുതേ വ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായ തവ നേത്ര ഏതത്വയാ ഭാരത തൈലപൂർണേ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപഃ പ്രപന്ന പാരിജാതായ സ്തോത്രവൈത്രേണ പാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഘോത്ത യുക്തം ഗീതാമൃതം മഹത് വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ഭീഷ്മദ്രോണതട ജയദ്രഥ ജല കാദായ നീലോപല ശല്യഗ്രാഹവതി കൃപേണ വഹരി കർണേന വേലാകുല ശശ്രദ്ധാത്മാ വിഗന്ന ഘോര മകര ദുര്യോഗനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈരണനതി കൈവർത്തക കേശവ കാദാശര്യവജ സരോജമമലം ഗീതാർത്ഥഗണ്ഡോഖരം ജ്ഞാനാഖ്യാനര കേസരം ഹരികഥാ സംബോധനാബോധിതം ലോകേ സജ്ജന ഷട്പദേ രഹരഃ പേവീയമാനം മുദാ ഭൂയാ ഭാരത പങ്കജം കലിമല തത്വം ശ്രിയശ്രേയസേ മൂലം കരോതി വാചാലം പങ്കും ലംഘയതി യത്കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്യന്തി ദിവ്യൈസ്തവർ വേദേ സാംപദ ക്രമോപനിഷത് ഗായന്തി യം സാമഗ ധ്യാനാവസ്ഥിത തദ്ഗണേന മനസാ പശ്യന്തി യോഗിനോ യസ്യാന്തം നാവിദുസുരാസുരഗണാ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ ദേവായ തസ്മൈ നമഃ. നന്നായിട്ട് മിടുക്കനും മിടുക്കിയായിട്ട് ചൊല്ലി കേട്ടോ. ദിവസവും ധാരാളം പാരായണം ചെയ്ത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. ചെറിയ ചെറിയ തെറ്റുകൾ അപ്പോഴേ നല്ല ഫ്ലുവന്റ് ആയിട്ട് തെറ്റുകളൊക്കെ മാറി വരുള്ളൂ. പ്രാക്ടീസ് വേണം നന്നായിട്ട് കേട്ടോ. ദിവസവും വിളക്ക് കൊളുത്തി വെച്ച് വൈകുന്നേരം ജപിക്കണം. ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി കൂടെ നിങ്ങളുടെ ഇത് ചൊല്ലണം എന്നൊരു വലിയ മനസ്സുണ്ടായല്ലോ, അതിന് തന്നെ ഏറ്റവും നല്ല കാര്യം കേട്ടോ. അത് എപ്പോഴും എല്ലാ ശ്ലോകങ്ങളൊക്കെ പഠിക്കാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ എപ്പോഴും മനസ്സുണ്ടാവണേ കേട്ടോ. ഭഗവാൻ അനുഗ്രഹം എപ്പോഴും. അടുത്തതായി ഇന്ന് നമ്മള്
18-ാം അധ്യായം തുടങ്ങുകയാണ്. ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങളുള്ള അധ്യായമാണെന്നാണ് എൻ്റെ ഒരു അല്ലേ ടീച്ചറെ? 78 ശ്ലോകങ്ങളാണ് ഉള്ള. മറ്റേത് 72 വരെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു വേറൊരു അധ്യായത്തിൽ. അപ്പൊ അത് 3-4 ദിവസം ഉണ്ട് നമുക്ക്. അപ്പൊ ഇന്ന് 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങള് പാരായണം ചെയ്യുന്നത് ദിത്സ. ഇതിന് നേരത്തെ കുറെ ദിവസങ്ങളിൽ പാരായണം ചെയ്തു. ഒരു ദിവസം പ്രഭാഷണം നടത്തി. ഏറ്റവും സ്നേഹത്തോടുകൂടി ദിത്സയെ പാരായണം ചെയ്യുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓം ശ്രീ പരമാത്മനേ നമഃ. അധ അഷ്ടാദശോऽധ്യായः മോക്ഷസന്ന്യാസയോഗः. അർജുന ഉവാച സന്ന്യാസസ്യ മഹാബാഹോ തത്വമിച്ഛാമി വേദിതും ത്യാഗസ്യ ച ഋഷീകേശ പൃഥക് കേശിനിഷൂദന. ശ്രീഭഗവാനുവാച കാമ്യാനാം കർമണാം ന്യാസം സന്യാസം കവയോ വിദുഃ. സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഃ. ത്യാജ്യം ദോഷവദിത്യേകേ കർമ്മ പ്രാഹുർമനീഷിണഃ. യജ്ഞദാനതപഃ കർമ്മ ന ത്യാജ്യമിതി ചാപരേ. നിശ്ചയം ശൃണു മേ തത്ര ത്യാഗേ ഭരതസത്തമ. ത്യാഗോ ഹി പുരുഷ വ്യാഘ്ര ത്രിവിധഃ സംപ്രകീർത്തിതഃ. യജ്ഞദാനതപഃ കർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ഏതാന്യപി തു കർമാണി സംഗം ത്യക്ത്വാ ഫലാനി ച കർത്തവ്യാനീതി മേ പാർത്ഥ നിശ്ചിതം മതമുത്തമം. നിയതസ്യ തു സന്യാസഃ കർമണോ നോപപദ്യത്തെ. മോഹാത്തസ്യ പരിത്യാഗഃ താമസഃ പരികീർത്തിതഃ. ദുഃഖമിത്യേവ യത്കർമ്മ കായക്ലേശഭയാत् ത്യജേത്. സകൃത്വാ രാജസം ത്യാഗം നൈവ ത്യാഗഫലം ലഭേത്. കാര്യമിത്യേവ യത്കർമ്മ നിയതം ക്രിയതേർജുന. സംഗം ത്യക്ത്വാ ഫലം ചൈവ സത്യാഗഃ സാത്വികോ മതഃ. ന ദ്വേഷ്ട്യ കുശലം കർമ്മ കുശലേനാനുഷജ്ജത്തെ. ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ഛിന്ന സംശയഃ. ന ഹി ദേഹഭൃതാ ശക്യം ത്യക്തും കർമാണ്യശേഷതഃ. യസ്തു കർമ്മഫലത്യാഗി സത്യാഗീത്യഭിധീയത്തെ. അനിഷ്ടമിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മണഃ ഫലം. ഭവത്യത്യാഗിനാം പ്രേത്യ ന തു സന്യാസിനാം ക്വചിത്. പഞ്ചൈതാനി മഹാബാഹോ കാരണാനി നിബോധ മേ. സാംഖ്യേ കൃതാന്ത്യേ പ്രോക്താനി സിദ്ധയേ സർവകർമ്മണാം. അധിഷ്ഠാനം തഥാ കർത്താ കരണം ച പൃഥഗ്വിധം. വിവിധാശ്ച പൃഥക്
चेष्टा दैवं चैवात्र पञ्चमम् शरीरवाङ्मनोभिर्यत् कर्म प्रारभते नरः न्यायं वा विपरीतं वा पञ्चैते तस्य हेतवः. സന്തോഷമുണ്ട്. ശ്രീകൃഷ്ണസ്വാമി കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി 1 മുതൽ 15 വരെയുള്ള ഈ മോക്ഷസന്യാസ യോഗത്തിന്റെ ഒരു സാരം ശ്രുതിമോളാണ് അവതരിപ്പിക്കുന്നത്. ശ്രുതിമോൾ നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥിയാണ് സ്വാമിയാർ മഠത്തിലെ ഏറ്റവും സീനിയർ. ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹിന്ദുധർമ്മത്തെ കുറിച്ച് ചെറിയ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് യൂട്യൂബിലൊക്കെ. നല്ല രീതിയിൽ വൈഡ് റീഡിങ്ങും നല്ല തത്വവിചാരവും ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. കുറെ സ്റ്റേജുകളിൽ ചെറിയ രീതിയിൽ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ എന്താണോ നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അത് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കോളേജിലെ പഠിത്തവും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല അച്ചടക്കവും ഗുരുഭക്തിയും ഈശ്വരവിശ്വാസവും ഉള്ള ഒരു കുട്ടിയാണ്. ഏറ്റവും സ്നേഹത്തോടു കൂടി ശ്രുതിമോളെ പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാം. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നമസ്തേ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായത്തിലെ മോക്ഷ സന്യാസ യോഗം എന്ന 18-ാം അധ്യായത്തിൽ 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ആദ്യം അർജുനൻ കൃഷ്ണനോട് ചോദ്യം ചോദിക്കുകയാണ് ഭഗവാനോട്. ഭഗവാനെ, എനിക്ക് സന്യാസത്തിന്റെയും അതുപോലെ തന്നെ ത്യാഗത്തിന്റെയും തത്വത്തെ കുറിച്ച് പറഞ്ഞു തന്നാലും എന്ന് ഭഗവാനോട് ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ അതിന് മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം ഭഗവാൻ പറയുന്നത്, അർജുന കേട്ടോളൂ, ഞാൻ പറയാം. ആദ്യം എങ്ങനെയാണ് തത്വദർശികൾ എങ്ങനെയാണ് ത്യാഗത്തെ, സന്യാസത്തെ വിവരിക്കുന്നത് എന്ന് ഭഗവാൻ പറയാണ് അവരുടെ അഭിപ്രായം. അതായത്, അർജുന, ആരാണോ കർമ്മഫലത്തെ എല്ലാം ത്യജിച്ചത് അവരാണ് സന്യാസം എന്ന ആ ഉയർന്ന പദവിയിലെത്തിയിരിക്കുന്നവർ. ഇതാണ് തത്വദർശികൾ പറയുന്നത് അർജുന. ഇനി ഒരു കൂട്ടം പണ്ഡിതരാവട്ടെ, അവരാണെങ്കിലോ ഒരു കൂട്ടം പണ്ഡിതർ പറയുന്നത് ആ കർമ്മത്തിലെല്ലാം ദോഷങ്ങളുള്ളതിനാൽ കർമ്മത്തെ ത്യജിച്ചവര്, അതുകൊണ്ട് കർമ്മത്തെ ത്യജിക്കണം, അങ്ങനെ ത്യജിക്കണം എന്നാണ് ഒരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നതെങ്കിൽ മറ്റൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുന്നത് യജ്ഞം, ദാനം, തപസ് തുടങ്ങിയ കർമ്മങ്ങൾ ഒരു കാരണവശാലും ത്യജിക്കരുത്. ഇങ്ങനെയാണ് അർജുന തത്വദർശികളും ഒരു കൂട്ടം പണ്ഡിതന്മാരും മറ്റൊരു കൂട്ടം പണ്ഡിതന്മാരെല്ലാം പറയുന്നത്. ഇനി എന്റെ അഭിപ്രായം കേട്ടോളൂ എന്ന് ഭഗവാൻ ഇവിടെ മുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പറഞ്ഞു തുടങ്ങുകയാണ്. അർജുന, ആരാണ് ശരിക്കും സന്യാസി? എന്താണ് ത്യാഗം? എന്നാൽ ആരാണ് കർമ്മഫലത്തെ ത്യജിച്ച് ശരിയായ രീതിയിൽ കർമ്മത്തെ ചെയ്യുന്നത്, അതാണ് ശരിയായ സന്യാസം എന്ന ഉയർന്ന പദം. ഇനി യജ്ഞം, ദാനം, തപസ്, ഈ 3 കർമ്മങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് എന്നാണ് ഭഗവാന്റെ അഭിപ്രായം. 3 കർമ്മങ്ങൾ, യജ്ഞം, ദാനം, തപസ്, ഇതെന്താണെന്ന് നമുക്ക് ഒന്ന് ലളിതമായിട്ട് നോക്കാം.
യജ്ഞം, നമ്മൾ ഓരോ യജ്ഞങ്ങൾ ചെയ്യുന്നു എന്നെല്ലാം കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ ചെയ്യേണ്ടതാണ് യജ്ഞം. നമ്മൾ ഭഗവത്ഗീത യജ്ഞമാണ് ഇപ്പോൾ ചെയ്യുന്നത് അല്ലെ? അതാണ് നമ്മൾ ചെയ്യേണ്ടതാണ് ഓരോന്നും. ഇനി എന്താണ് ദാനം? ദാനം, നമുക്കറിയാവുന്ന ദാനം എന്താണ്? നമ്മളുടെ വീട്ടിൽ പൊതുവെ ഒരാള് ഒരു വസ്ത്രത്തിന് ചോദിച്ചു വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ദാനം കൊടുക്കുന്നത് എന്താ? നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ നമ്മൾ കൊടുക്കുക അല്ലെ? നമുക്ക് എന്തൊക്കെ ആവശ്യമില്ലാത്തതായിട്ടുണ്ടോ അതെല്ലാം അന്നേരം നമ്മൾ കൊടുക്കാൻ തുടങ്ങും, ദാനം തുടങ്ങും. ശരിക്കുമുള്ള ധ്യാനം എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്? ആ പ്രിയപ്പെട്ട വസ്തുവിനെ ത്യജിക്കണമെങ്കിൽ ഇച്ചിരി മനക്കട്ടി വേണം. അങ്ങനെ ത്യജിക്കാൻ നമ്മൾ ആരെങ്കിലും തയ്യാറാവോ? ഇല്ല. ഉദാഹരണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഉണ്ടെന്ന് വെച്ചോളൂ. അർഹതപ്പെട്ട ഒരു കുട്ടി വന്ന് ചോദിച്ചു, എനിക്കതിന് കൊടുക്കാൻ പറ്റണം. ആ കൊടുക്കുമ്പോൾ അവിടെ ഞാൻ ത്യജിക്കുകയാണ് ചെയ്യുന്നത്, എന്റെ ഒരു സുഖത്തെ ത്യജിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സാണത്, അല്ലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണത്. ഞാൻ അതിന് കൊടുക്കുമ്പോൾ അവിടെ അതാണ് ശരിക്കും ദാനം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം കൊടുക്കുന്നത് ഞാൻ ഉപേക്ഷിക്കുക, അവിടെ ഞാൻ ദാനമൊന്നും ചെയ്യുന്നില്ല. അതാണ് ശരിയായ ദാനം എന്ന് പറയുന്നത്. ഇനി എന്താ തപസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്ന തപസ് എന്താ? നമ്മൾ ഇന്ന് വരെ കേട്ടേക്കുന്ന തപസ് എന്താ? നമ്മൾ പുരാണങ്ങളിലെല്ലാം കണ്ടേക്കുന്നത് നമ്മുടെ ഋഷിമാരും മഹർഷിമാര് സന്യാസിമാര് ഇവരെല്ലാം വലിയ വലിയ ഗുഹയിലും മലയിലും വൃക്ഷങ്ങളുടെ ചോട്ടിലെല്ലാം പോയിരുന്ന് കഠിനമായി തപസ് അനുഷ്ഠിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ? എന്നാൽ അത് മാത്രമല്ല തപസ്. ഈ കാലത്ത് നമുക്ക് എങ്ങനെ തപസ് ചെയ്യാം? തപസ് എന്ന് വെച്ചാല് നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിരന്തരമായി പ്രയത്നിക്കുന്നുണ്ട്, ഒരു ലക്ഷ്യത്തിനെ എന്താ പറയാ അക്വയർ ചെയ്യാൻ, നമുക്ക് അതിലെത്തിച്ചേരാൻ. അതാണ് തപസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുട്ടികളാണ്, കുട്ടികൾക്ക് ഉള്ള തപസ് എന്താണ്? ഏറ്റവും ടോപ്പ് ആവുക അല്ലെ? നല്ല മാർക്ക് വാങ്ങാം. നമ്മൾ മാർക്ക് വാങ്ങുക എന്ന ലക്ഷ്യം വെച്ച് നിരന്തരമായി അതിനുവേണ്ടി പ്രയത്നിക്കുമ്പോൾ അത് തപസ്സാണ്. ഇനി ഒരു ഐ ടി ഉദ്യോഗസ്ഥന് ഒരു തപസ് ചെയ്യുന്നുണ്ട്. അയാൾ നിരന്തരമായി കമ്പ്യൂട്ടറിനെയാണ് ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ പുതിയ വേർഷനുകൾ വരുമ്പോൾ അയാളുടെ ബ്രെയിനിൽ അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് അയാൾ ചെയ്യുന്ന ഒരു തരം തപസ്സാണ്. ഇതാണ് തപസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. കാരണം തപസ് എന്താന്ന് കൃത്യമായിട്ട് അറിയാം. നമ്മൾ എല്ലാവരും തപസ്സുള്ളവരായിരിക്കണം. സ്വാമി വിവേകാനന്ദൻ ചെയ്യുന്ന വലിയൊരു തപസ്സാണ്. എന്നാൽ ബില്ലാദൻ ചെയ്തതും തപസ് തന്നെയാണ്. രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചെയ്തത്. സ്വാമി വിവേകാനന്ദൻ ലോകത്തെ ഉയർത്തുക എന്ന നിരന്തരമായി പ്രയത്നിച്ചു. അദ്ദേഹം ലോകത്തെ ഉയർത്താനായിട്ടുള്ള തപസ് ചെയ്തു. അതേസമയം ബില്ലാദനോ ലോകത്തെ നശിപ്പിക്കാനായിട്ട് വേൾഡ് ട്രേഡ് സെന്റർ കുത്തി തകർക്കാനുള്ള പ്ലാൻ ചെയ്ത് അയാൾ തകർത്തു. അതെന്താണ്? അതൊരു തരം തപസ്സാണ്. തപസ്സിന് രണ്ട് ലക്ഷ്യങ്ങളുണ്ട്, നല്ലതാവാം നല്ലതല്ലാത്തതാവാം. അത് നമുക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ നല്ല തിരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു അടിത്തറ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളുടെ ഗീത നമ്മളെ സഹായിക്കുന്നത്. ഓരോ ഗ്രന്ഥങ്ങളും നമ്മൾ അതിനായിട്ടാണ് നമ്മളുടെ ഭാരതത്തിൽ എടുത്ത ഓരോ ഗ്രന്ഥങ്ങളും സഹായിക്കുന്നത്. ഇവിടെ നമ്മൾ ഗീതയെ ചർച്ച ചെയ്യുന്നത്. ഇതാണ് തപസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോരുത്തർക്കും വേണ്ട തപസ് എന്താണ്? വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഏതൊരു വ്യക്തിക്കും എപ്പോഴും വേണ്ട ഒരു തപസ്സാണ് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് ഈ ഭൗതികമായിട്ടുള്ളത് വേണം, എന്നാൽ ആത്മീയമായിട്ടുള്ള ഒരു വളർച്ച വേണം. അതിനുവേണ്ടി നമ്മൾ നിരന്തരമായി പ്രയത്നിച്ചാൽ മാത്രമേ ഉള്ളൂ അത് വളരുകയുള്ളൂ. അല്ലാതെ തന്നെ വളരട്ടെ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും അങ്ങനെ വളരില്ല എന്ന് കൃഷ്ണൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട്. നിരന്തരമായിട്ടുള്ള അഭ്യാസത്തിലൂടെ തീർച്ചയായിട്ടും അർജുന നിനക്ക് നിന്റെ മനസ്സിനെ നിന്റെ കൺട്രോളിലാക്കാൻ പറ്റും. പക്ഷേ ഒരിക്കലും അത് തന്നെ വരട്ടെ എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. നീ പ്രയത്നിച്ചേ പറ്റത്തുള്ളൂ അതിന്. അതാണ് തപസ് എന്ന് പറയുന്നത്. ഈ തപസ് നമുക്ക് ഓരോരുത്തർക്ക് വേണം. പ്ലസ് നമ്മളുടെ ധർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ട. ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യാർത്ഥിയുടെ കൂടെ ഈ പറഞ്ഞ ഈശ്വരനാണ് ഞാൻ എന്നുള്ള തിരിച്ചറിവിലേക്കുള്ള തപസ്സും വേണം. പ്ലസ് നമുക്ക് പഠിക്കുക എന്ന നിരന്തരമായിട്ടുള്ള അതിനുള്ള തപസ് വേണം. ജോലി ചെയ്യുന്നവരാണെങ്കിലോ അവരവരുടെ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുക എന്ന തപസ്സും വേണം. ഇതാണ് നമ്മൾ തപസ്സും കൊണ്ട് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അർജുന, ഒരു കാരണവശാലും യജ്ഞം, ദാനം, അതുപോലെ തന്നെ തപസ്, ഈ 3 കർമ്മങ്ങളിൽ ചെയ്യുന്നതിൽ യാതൊരു കോംപ്രമൈസും ഉണ്ടാകരുത് എന്നാണ് ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തന്നത്. എന്നിട്ട് ഇനി ഭഗവാൻ തുടർന്ന് പറയാണ്, അർജുന കേട്ടോളൂ, 3 തരത്തിലുള്ള ത്യാഗങ്ങളാണുള്ളത്. താപസമായിട്ടുള്ള ത്യാഗമുണ്ട്, രാജസികമായിട്ടുള്ള ത്യാഗമുണ്ട്, അതുപോലെ സാത്വികമായിട്ടുള്ള ത്യാഗമുണ്ട്. ആദ്യമേ ഞാൻ താപസികമായിട്ടുള്ള ത്യാഗത്തെക്കുറിച്ച് സംസാരിക്കാം. അതായത് താപസികമായിട്ടുള്ള ത്യാഗം, ഇത് 3 തരവും. 3 എന്താണ്? ഈ 3 രജസ്, തപസ്, സാത്വികം. ഇതിന്റെ 3നെ കൂടെ ചേർത്തേക്കുന്ന ഒറ്റ വാക്കാ ത്യാഗം. ത്യാഗം എന്ന് വെച്ചാൽ എന്താ? ത്യജിക്കലാണ്. ഇനി അത് ഓരോ രീതിയിൽ ഓരോ മനുഷ്യൻ ത്യജിക്കുന്ന പല രീതിയിലാണ്. എപ്പോഴാണ് ഒരാൾ ചെയ്യുന്ന ത്യാഗം സാത്വികവും രാജസികവും അല്ലാത്ത താമസിക ത്യാഗമാകുന്നത് നമുക്ക് നോക്കാം. അതായത് നമുക്കറിയാം തപസ് ചെയ്യണം എന്നുള്ളതല്ലേ, നമുക്കറിയാം യജ്ഞം അനുഷ്ഠിക്കണം എന്നുള്ളത്, നമുക്കറിയാം നമ്മൾ ദാനം ചെയ്യണം എന്നുള്ളതും അറിയാം. അതായത് ഈ 3 കർമ്മങ്ങളിൽ കോംപ്രമൈസ് ഉണ്ടാവരുത്. പക്ഷെ നമ്മള് എന്തൊക്കെയോ മൂഢത കാരണം നമ്മളിത് അനുഷ്ഠിക്കാതിരിക്കുന്നല്ലേ.
പിന്നെ ആവട്ടെ മറ്റുള്ളവരെന്ത് കരുതും എന്നെ കുറിച്ച്, ഇനി ചെയ്ത വല്ലതും പ്രശ്നം ഉണ്ടാവോ, വല്ല ദോഷം. നമ്മുടെ വിചാരം അതാണല്ലോ. നമ്മള് ഇത് ചെയ്ത ദോഷം ഉണ്ടാവോ, അത് ചെയ്ത ദോഷം ഉണ്ടാവോ, പൂജ ചെയ്ത ദോഷം ഉണ്ടാവോ, വേദം ജപിച്ച ദോഷം ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് തെറ്റായ ധാരണകൾ നമ്മുടെ ഉള്ളിലുണ്ട്. എന്നാൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യണം. ഇങ്ങനെ പേടി കൊണ്ടും മൂഢത കൊണ്ടും അലസത കൊണ്ടും പല കാരണങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തി നമ്മൾ ചെയ്യാതിരിക്കാം. അങ്ങനെ ത്യജിക്കുന്ന, മൂഢത കൊണ്ട് ത്യജിക്കുന്ന ത്യാഗമാണ് താമസിക ത്യാഗം. ഇനി അടുത്തതാണ് രാജസിക ത്യാഗം. നമുക്ക് നോക്കാം. രാജസിക ത്യാഗം എന്ന് വെച്ചാൽ ശരീരക്ലേശങ്ങൾ കൊണ്ട് ത്യജിക്കുന്ന കർമ്മങ്ങളെയാണ് രാജസികമായി ത്യജിക്കുക എന്ന് പറയുന്നത്. അതായത് എനിക്ക് വയ്യ, ശരീരം പൊങ്ങുന്നില്ല, ഒരു പനി പിടിച്ചു, നമ്മൾ ബാക്കിയുള്ള ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിക്കും, പക്ഷെ നമുക്ക് തപസ് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യത്തില്ല, പക്ഷെ നമ്മൾ ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫോണിൽ കുത്തി കളിക്കുക, അതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. അതായത് ശരീരക്ലേശങ്ങൾ കൊണ്ടും, അതായത് എന്ത് വന്നാലും ഈ 3 കാര്യങ്ങളിൽ നമ്മൾ യാതൊരു കാരണവശാലും കോംപ്രമൈസ് ഉണ്ടാകരുത്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് നമ്മൾ വേറൊരു കാരണം കണ്ടുപിടിക്കുകയാണ് ശരീരക്ലേശം. അങ്ങനെ ത്യജിക്കുന്ന ത്യാഗത്തിനെയാണ് രാജസിക ത്യാഗം എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് സാത്വിക ത്യാഗം എന്ന് നമുക്ക് നോക്കാം. സാത്വിക ത്യാഗമാണ് ഏറ്റവും ഉദാത്തമായത്, അതാണ് ശരിയായ ത്യാഗം. അർജുന കേട്ടോളൂ, എന്താണ് സാത്വികമായിട്ടുള്ള ത്യാഗം? ഒരാള് കർമ്മത്തെ ബോധപൂർവം ചെയ്യുക. അതായത് ഉദാഹരണത്തിന്, ഞാൻ ഈ യജ്ഞം ചെയ്യേണ്ടതാണ്, ഞാൻ ഈ കർമ്മം, ഈ 3 കർമ്മങ്ങൾ ദാനം ചെയ്യേണ്ടതാണ്, ഞാൻ തപസ് ചെയ്യേണ്ടതാണ്, എന്റെ സ്വധർമ്മമാണ്, ഇത് എനിക്ക് അനുഷ്ഠിച്ചേ പറ്റത്തുള്ളൂ എന്ന ബോധത്തോടു കൂടി ചെയ്യണം. പ്ലസ് അതിന്റെ കൂടെ എന്തും കൂടെ വേണം, കർമ്മഫലത്തെ ഇച്ഛിക്കരുത്. കർമ്മഫലത്തെ ഇച്ഛിക്കരുത് എന്ന് വെച്ചാൽ, നമ്മൾ ഉദാഹരണത്തിന് ഒരാളോട് നമ്മൾ ഒരു സഹായം ചെയ്യും, ഒരാൾ ആവശ്യപ്പെട്ടു, നമ്മൾ സഹായിച്ചു. നമ്മൾ സഹായിക്കുമ്പോൾ ഒരു ചിരിയെങ്കിലും അവരുടെ മുഖത്തും നമ്മൾ പ്രതീക്ഷിക്കും. ചിലപ്പോൾ താങ്ക് യു എന്നൊരു വാക്കായിരിക്കും, ചിലപ്പം അവരും എനിക്ക് ഇതുപോലെ ആപത്ഘട്ടത്തിൽ എന്നെ സഹായിക്കും, അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലും സഹായിക്കും. എങ്ങനെ നോക്കിയാലും നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലെ? ആ റിസൾട്ട് പ്രതീക്ഷിച്ച് ചെയ്യുന്നത് ഒരു സാത്വിക ത്യാഗമല്ല. നമ്മൾ 2 കാര്യം ചെയ്യണം. ചെയ്യുമ്പോൾ ബോധത്തോടു കൂടിയ ഏതൊരു കർമ്മവും ചെയ്യുക. രണ്ടാമത്, നമ്മൾ കർമ്മഫലത്തെ പ്രതീക്ഷിക്കാതെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് അർജുന സാത്വിക ത്യാഗം. ഇനി സത്വഗുണമുള്ളവൻ വളരെ ബുദ്ധിമാനാണ്, അവന് സാത്വിക ത്യാഗം വളരെ മനഃശുദ്ധിയെ നൽകുന്നതാണ്. ഇനി ഭഗവാൻ ഇത്രയും നേരം പറഞ്ഞു തന്നത് നമുക്ക് ഫാക്റ്റ് ആണ്, അതായത് ഇതാണ് ശരിക്കും വേണ്ടത് എന്നാണ് പറഞ്ഞു തന്നെ. ഇനി അർജുന, നമുക്ക് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കാം. റിയാലിറ്റിയിലെ അർജുന, നമുക്ക് ഒരു കർമ്മങ്ങളെയും ത്യജിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളൊക്കെ ഈ ശരീരത്തെ സ്വീകരിച്ചവരാ. നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മവും ചെയ്യുന്നത്. ഈവൻ ഒരു മനുഷ്യന് ശ്വാസം വലിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആ ശ്വാസം എടുക്കുന്നത് പോലും കർമ്മമാണ് അല്ലെ? പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? കർമ്മഫലത്തെ ത്യജിക്കാൻ പറ്റും, കർമ്മത്തെ അനുഷ്ഠിച്ചേ മതിയാവൂ. എന്തിനാണ് ഈ കർമ്മഫലത്തെ ത്യജിക്കാൻ ഭഗവാൻ പറയുന്നത്? എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു കർമ്മഫലം അനുഭവിക്കേണ്ടി വരുമ്പോഴാണ് പിന്നെയും ജനിക്കേണ്ടി വരുന്നത്. അതായത് ഞാനിപ്പോ ഒരു കാര്യം ആഗ്രഹിക്കാം. ഇവിടെ നമ്മൾ പലപ്പോഴും ലോജിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെയാണ്, പലപ്പോഴും നമ്മളെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പൂർവജന്മവും പുനർജന്മവും. ഇവിടെ ഭഗവാൻ അതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്തു, അതിന്റെ കർമ്മഫലത്തെ ഇച്ഛിച്ചാൽ നമ്മൾക്ക് ഈ ജന്മത്തെ ആ കർമ്മഫലം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കർമ്മഫലത്തെ അനുഭവിക്കാനായിട്ട് നമുക്ക് അടുത്ത ജന്മത്തിൽ ജനിച്ചേ മതിയാവുള്ളൂ. അത് 100% അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. പിന്നെ ആർക്കാ ജനിക്കേണ്ടാത്തത്? ആരാണ് കർമ്മഫലത്തെയൊക്കെ ത്യജിച്ചവര്? അവരാണ് സന്യാസിമാര്. അവർക്ക് ജനിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മളെല്ലാവരും കർമ്മഫലത്തെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമുക്ക് ജനിച്ചേ പറ്റത്തുള്ളൂ. അതേസമയം സന്യാസിമാർക്ക് ഈ ശരീരത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ജനിക്കാം, ജനിക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവർക്കുണ്ട്. നമ്മളെ സംബന്ധിച്ച് പറ്റത്തില്ല അത്. ഇവിടെയാണ് പുനർജന്മം പൂർവ്വജന്മം എന്ന് പറയുന്ന മറ്റൊരു കാര്യം, വലിയൊരു കാര്യം പൊളിഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടെ കിട്ടും. പലരും നമ്മളിൽ ചിന്തിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ചിന്ത, ഞാൻ ഇത്രയും ഭഗവാനെ പ്രാർത്ഥിച്ചു, ഞാൻ എന്നെ നാമം ജപിക്കുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ വീട്ടിൽ എന്താ ഇങ്ങനെ, ഭഗവാനെ പ്രാർത്ഥിക്കത്തുമില്ല, എന്നാൽ എന്താ പറയാ, നിന്ദിച്ചുകൊണ്ട് പോലും നടക്കുന്ന ആൾക്കാർക്ക് വളരെ സുഖവും സന്തോഷവും എല്ലാമാണ്. എന്താണ് ഇങ്ങനെയൊക്കെ? അവരൊക്കെ എത്ര ധനികരൊക്കെ ആയിട്ടാണ് ജീവിക്കുന്നത്, സാമ്പത്തികമായിട്ടും മാനസികമായിട്ടൊക്കെ വളരെ സന്തോഷത്തില്. ഞങ്ങൾക്കൊക്കെ എന്താ ഇങ്ങനെ? അതുപോലെ തന്നെ കയ്യും കാലും ഇല്ലാത്ത മനുഷ്യന്മാരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, പാവങ്ങൾ, എന്തിനാണ് ഭഗവാൻ ഇങ്ങനത്തെ ഒരു ക്രൂരത ഇങ്ങനെ വന്നത്? ഭഗവാന്റെ പണി ശരിക്കും നമ്മളെ ശിക്ഷിക്കലാണോ?
ഒരിക്കലും അല്ല. ഭഗവാന്റെ പണി നമ്മളെ ശിക്ഷിക്കലും അല്ല, പകരം ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലങ്ങളാണ്. നമുക്കറിയത്തില്ല അവര് കഴിഞ്ഞ ജന്മത്തിൽ എന്താ ചെയ്തതെന്ന്. നമുക്ക് ഈ ജന്മത്തിലുള്ള അവരുടെ സ്വഭാവമേ അറിയത്തുള്ളൂ. അവർ പാവമാണ്, എന്നിട്ട് അവർക്ക് കയ്യും കാലോ അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലും മാനസികമായിട്ടുള്ള വൈകല്യങ്ങളോ ഉള്ളവരാണല്ലോ. അതേസമയം ഈ ധനികരുടെ കാര്യത്തിലാണെങ്കിൽ, ധനികർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുഷ്ടന്മാരായിട്ടും ഇവർ ഇത്രയും സുഖവും സന്തോഷവും അനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവര് ഈ ജന്മത്തിൽ ദുഷ്ടന്മാരാണെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അവർ ചെയ്തു കൂട്ടിയ നന്മകൾ തന്നെയാണ് അവര് ഈ ജന്മത്തിൽ അനുഭവിക്കുന്നത്. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും സുഖവും ദുഃഖവും ഉണ്ടെങ്കിൽ അതിന്റെ കാരണക്കാര് നമ്മൾ തന്നെയാ. അവിടെ യാതൊരു തരത്തിലും ഭഗവാനെ വലിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഭഗവാൻ നമുക്ക് കൃത്യമായിട്ടൊരു നേർവഴി കാണിച്ചു തരുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന്. ഇതൊന്നും അനുസരിക്കാതെ നമ്മൾ കർമ്മഫലത്തെ ഇച്ഛിച്ച് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെയും കർമ്മഫലം അനുഷ്ഠിക്കാനായിട്ട് നമ്മൾ ജനിക്കേണ്ടി വരുന്നത്. ഇതാണ് 3 തരത്തിലുള്ള ത്യാഗങ്ങളെ കുറിച്ച് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞ് കർമ്മഫലത്തെ ത്യജിക്കുന്നതിന്റെ കാരണവും നമുക്ക് പറഞ്ഞു തന്നു. ഇനി ഭഗവാൻ പറയുന്ന മറ്റൊരു കാര്യം, നമുക്ക് എന്തുകൊണ്ടാണ് ഈ കർമ്മങ്ങൾ നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് നമ്മൾ ശരീരം കൊണ്ടും അതായത് ഞാനൊരു കർമ്മം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് കർമ്മഫലം ഉണ്ടാകുന്നത്? അതായത് ഉദാഹരണത്തിന് എന്നോട് ഒരു കൊച്ചൊരു പുസ്തകം ചോദിച്ചു, ഞാൻ ആ പുസ്തകം കൊടുത്തു. ഇവിടെ ഞാൻ ആ പുസ്തകം കൊടുക്കുമ്പോൾ ഇവിടെ ഞാൻ കൊടുത്തു എന്നൊരു കർത്താവിന്റെ ഒരു കർത്തൃത്വ ഭാവം എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഇനി ഞാനാ വാങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലോ, ഞാനാണ് വാങ്ങുന്നത് എന്ന് അവിടെ ഞാൻ എന്നൊരു ഭോക്താവിന്റെ ഭാവം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഞാൻ എന്നൊരു ഭാവം നിലനിൽക്കുന്നിടത്തോളം കാലം എനിക്ക് കർമ്മഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതേസമയം എപ്പോഴാണോ ഞാനെന്ന ഭാവം പരിപൂർണമായിട്ടും എനിക്ക് ത്യജിക്കാൻ കഴിയുന്നത്, അപ്പോഴേ എനിക്ക് കർമ്മഫലത്തെ ഇച്ഛിക്കാതെ ഓരോ കർമ്മവും ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് ആണ് സാക്ഷിത്വം എന്ന് പറഞ്ഞ് ഉയർന്ന പദവി വരുന്നത്. ആ സാക്ഷിത്വം എന്ന ഉയർന്ന പദവിയിൽ മാത്രമാണ് ഞാൻ എന്ത് ചെയ്താലും ഞാൻ ചെയ്യുന്നില്ല എന്നൊരു സാക്ഷിഭാവത്തിൽ എനിക്ക് മാറി നിന്ന് എല്ലാത്തിനെയും നോക്കിക്കാണാൻ സാധിക്കുന്നത്. ഇതാണ് സാക്ഷിത്വം. ഈ ഉയർന്ന പദവിയിലേക്ക് എത്താനുള്ള വഴികളാണ് ഇതൊക്കെയാണ് ഭഗവാൻ ഇത്രയും നേരം പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഏറ്റവും ചുരുക്കി എടുക്കേണ്ടത്, നമ്മൾ ഓരോ കർമ്മത്തെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഓരോ നമ്മളെല്ലാവരും ത്യാഗം ചെയ്യുന്നുണ്ട്. എന്ത് ത്യാഗമാണ് ഞാൻ ചെയ്യുന്നത് അവനവൻ തന്നെ മനസ്സിലാക്കണം. സാത്വികമാണോ രാജസികമാണോ താമസികമാണോ അവനവൻ തന്നെ അവനവനെ വിലയിരുത്തണം, അത് ഉൾക്കൊള്ളണം. എന്നിട്ട് നമ്മൾ അതിൽ നിന്നുകൊണ്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വേണം. താമസികമാണ് അത് രാജസികത്തിലേക്ക് വേണം, അവിടുന്ന് സാത്വികത്തിലേക്ക് ഉയരണം. അങ്ങനെ പടിപടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള സാധിക്കും. അതിനുള്ള ഊർജം നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ആ ഊർജ ശക്തി, ആ ബോധം തന്നെയാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം തന്നെയാണ് കൃഷ്ണൻ, അതിന് യാതൊരു സംശയവും ഇല്ല. ഇതാണ് ഭഗവാൻ ഈ 15 ശ്ലോകങ്ങളിലൂടെ വ്യക്തമായിട്ട് നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അർജുനനെ മാത്രം ഉപദേശിച്ചതല്ല ഒരിക്കലും ഈ ഭഗവത്ഗീത. ഉദാഹരണത്തിന് പാർത്ഥ എന്ന ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പാർത്ഥൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ, ഭഗവാന് വേണമെങ്കിൽ അർജുന എന്ന് മാത്രം വിളിച്ചാൽ മതി. പാർത്ഥൻ എന്ന വാക്കിന്റെ അർത്ഥം പൃഥ്വിയുടെ പുത്രൻ എന്നാണ്. പൃഥ്വി എന്ന് വെച്ചാൽ ആരാണ്? ഭൂമി. ഭൂമിയുടെ പുത്രൻ. ഭൂമിയുടെ പുത്രൻ ആരാ? നമ്മൾ ഓരോരുത്തരും തന്നെയാണ്, മനുഷ്യന്മാരായ നമ്മൾ തന്നെയാണ്. നമുക്കുള്ള തന്നെ ഉപദേശമാണ്. അതിന് ശരിയായ രീതിയിൽ മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ്. നന്ദി, നമസ്കാരം. മോള് നന്നായിട്ട് അവതരിപ്പിച്ചു. മോളുടേതായ ഒരു ശൈലിയില് ആ സീനിയോറിറ്റി ശരിക്കും പ്രകടമായിരുന്നു. അത്രയും അറിവ് മോള് സമ്പാദിച്ചത് ഏറ്റവും വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനിയും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇനിയും ഉയരങ്ങളിലേക്ക് മറ്റുള്ളവരെ ഒരു എന്താ പറയുക, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ല ഒരു ഗുരുവായിട്ട് മുന്നോട്ട് വരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ഐശ്വര്യവും കുഞ്ഞിനുണ്ടാകട്ടെ, പഠിത്തത്തില് മേന്മയുണ്ടാകട്ടെ, നല്ല ജോലി സമ്പാദിച്ച് നല്ലൊരു കുടുംബജീവിതവും മുന്നോട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീച്ചറെ, ഞാൻ പറയാം. ശ്രുതി കുട്ടികൾക്ക് വേണ്ടി സംസാരിച്ചു, വളരെ ഭംഗിയായിട്ട്, വളരെ സിമ്പിളായിട്ട്. 18ാധ്യായം സിമ്പിൾ ആക്കാമോ എന്ന് ചോദിച്ചാൽ ഇത്തിരി പ്രയാസ. തപസ്സൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇത്തിരി വിഷമാ. എന്താ തപസ്സെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. യജ്ഞദാന തപ വളരെ ഭംഗിയായിട്ട് നല്ല എക്സാമ്പിൾസ് കൊണ്ട് പറഞ്ഞു കൊടുക്കും. വളരെ വളരെ നന്നായി. ചിന്മയാനന്ദ സ്വാമിജി കർമ്മയോഗി, കർമ്മസന്യാസി, തപസ് അതിന് ഒരേ ഒരു ഉദാഹരണത്തിൽ എടുക്കും. അറിയാവോ?
നല്ല തിരക്കുള്ള റോഡരികിൽ ഇരുന്ന് ചെരുപ്പ് കുത്തുന്ന ആ ചെരുപ്പ് കുത്തിയാണ്. ഒന്നും അറിയുന്നു, ബസ് വരുന്നുണ്ടോ, പോകുന്നുണ്ടോ, ബഹളങ്ങളുണ്ടോ, തന്റെ മേത്ത് ബസ്സിൽ നിന്ന് ചെളി തെറിക്കുന്നുണ്ടോ, ഒന്നും അറിയുന്നില്ല. ചെരുപ്പ് കുത്തി ഒരേ ഒരു ലോകത്തിൽ. ഏതാ? കർമ്മയോഗിയാണ്. മാത്രമല്ല കർമ്മസന്യാസിയാണ്, തപസ്യാണ്. ഒരു ചെരുപ്പ് കുത്തി റോഡിൽ ഇരുന്ന് ചെരുപ്പ് കുത്തുന്നവൻ തപസ്യാണെന്ന് പറഞ്ഞാൽ ഗീത അറിയാൻ മേലാത്ത ഒരാളിനോട് പറഞ്ഞാൽ തപസ് എന്താണ്? അവര് മറ്റെന്തോ ആണ്. ശിവഭഗവാന്റെ തപസ്സാണ് അവർക്ക് മനസ്സിലുള്ളത്. അപ്പൊ തപസ് എന്താണെന്ന് ഭംഗിയായിട്ട് കുട്ടികൾക്ക് വേണ്ടി ശ്രുതിക്കുട്ടി പറഞ്ഞു കൊടുത്തു. എനിക്കത് ഒത്തിരി സന്തോഷം. എനിക്ക് നല്ലൊരു എക്സാമ്പിൾ കിട്ടി. എവിടെയെങ്കിലും ഞാനും സംസാരിക്കണമെങ്കിൽ മോള് പറഞ്ഞ സാറ് പറഞ്ഞ പോലെ നല്ലൊരു ഗുരുസ്ഥാനത്തേക്ക് ഉയരും. ഈ രീതി പോവുക, പടുത്തത്തെ കളയാതെ. അപ്പൊ കർമ്മയോഗിയായിട്ട്, കർമ്മസന്യാസിയായിട്ട്, തപസ്യായിട്ട് പോകും. തീർച്ചയായിട്ടും വിജയം കൂടെയുണ്ട്. ഇനി പാരായണം മോളിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും കൂടുതൽ. താളമിട്ടാ ചെയ്യുന്നത്, താളമാണ്. അയ്യടാ എന്തൊരു ഭംഗിയാണത്. എന്തേ മോളെവിടെ? മോളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണോ? 15 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത മോളെ ഒന്നുകൂടെ കണ്ടോട്ടെ. പോയി കഴിഞ്ഞ സ്ഥലം വിട്ടു. പരീക്ഷയൊക്കെ തീർന്നല്ലോ. ആ മോള് താളമിട്ടാണ് ചെയ്തത്. തന്നെയല്ല നല്ല സൗണ്ടാണ്. അപ്പൊ ഗീത ക്ലാസിക്കലായിട്ടും കൂടി ചെയ്യുക. ഇപ്പൊ ആരും ചെയ്തു വെച്ചിട്ടില്ല ക്ലാസിക്കലായിട്ട് കേട്ടോ. ഗീത ഈ ചിന്മയാനന്ദ സ്വാമിജി പറഞ്ഞു കൊടുത്ത ആ ഒരു ഈണമല്ലാതെ മറ്റൊന്നില്ല. അപ്പൊ അത് ക്ലാസിക്കലായിട്ടും നമുക്ക് കൊണ്ടുപോവാം. എല്ലാരും ഗീതയിലേക്ക് വരിക, താളമായിട്ട് തന്നെ നമുക്ക് പഠിപ്പിക്കണം. സന്തോഷം, സന്തോഷം. ഇനി ഒരാങ്ങളെയും പെങ്ങളും കൂടെ ധ്യാന ശ്ലോകം ചൊല്ലി. ആ എന്തൊരു ഭംഗിയായിരുന്നു മക്കളെ, വളരെ നന്നായിരുന്നു. നമ്മളെങ്ങോട്ടാ? ഭീഷ്മരാരാ? ഭീഷ്മദ്രോണ തട, 2 തടങ്ങളാ, 2 കരകളാ. ഈ കരകളാണ് തീരുമാനിക്കുന്നത്. ഭീഷ്മരാര മോക്ഷകരം, കര. ഇനി ദ്രോണരോ ഭോഗം, ഭോഗത്തിന്ന് നമ്മള് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത് ആരാണ്? കേശവൻ. അപ്പൊ ഈ രീതിയിൽ ധ്യാന ശ്ലോകത്തെ കുറിച്ച് സ്വാമിജി പറയുന്നത്, ധ്യാന ശ്ലോകം എന്ന് പറഞ്ഞാൽ പടിപ്പുരയാണ്, നമ്മുടെ വീടിന്റെ പടിപ്പുരയാണ്. നമ്മുടെ ഗേറ്റ് അല്ല. ഇന്ന് പടിപ്പുര ഒരു വീടിനും ഇല്ല. പണ്ടൊക്കെ വലിയ തറവാട് വീടുകൾക്ക് പടിപ്പുര മാത്രമേ ഉള്ളൂ. ആ പടിപ്പുരയാണ് ധ്യാന ശ്ലോകം. പടിപ്പുര തുറന്നങ്ങോട്ട് കയറുമ്പോ എന്താ, വിശാലമായ ഒരു ലോകമാണ്. സത്യത്തിന്റെ ആ സ്ഥലത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇന്നിപ്പോ വലിയ ഗേറ്റ് വെച്ച് അതല്ല. പണ്ടത്തെ പടിപ്പുര അറിയാമെങ്കിൽ ആ പടിപ്പുരയാണ്. ഒരു ഈശ്വര തുല്യമായിട്ടാണ് പടിപ്പുരയെ നമ്മളൊക്കെ കാണുന്നത്. പടിപ്പുരയുള്ള വീട് ഇന്നും അതെ. അവിടെ ഒരു കൈ കൂപ്പാൻ നമുക്ക് തോന്നും. നന്നായിട്ടുണ്ട്. ഇതേ രീതി മുന്നോട്ട് പോവുക. പിന്നെ പരമേശ്വർജി, നമ്മൾ ഇതിന്റെ ക്ലോസിംഗ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? അത് 27-ാം തീയതി. ഇതേ ആരതിയൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? അല്ല, വിശ്വനാഥ നമ്പൂരി സാർ ഒരു 5-10 മിനിറ്റ് സംസാരിക്കും. സാറാണ് നമുക്ക് ദീപം കൊളുത്തി ഇത് തുടങ്ങിയത്. അത് ആ ദീപം ഒരു അലങ്കാരമായിട്ട് തന്നെ ഇപ്പൊ വന്ന്, അപ്പൊ 41-ന് എല്ലായിടത്തും ദീപം ഉള്ളൊരു ദിവസമായിട്ട് അത് വന്ന് നമ്മള് വിചാരിക്കാതെ തന്നെ അങ്ങനെ ആയി. അപ്പൊ സാർ ഒരു 10 മിനിറ്റ് സംസാരിക്കും. പിന്നെ ഒരു കുട്ടി ഗീതാ മാഹാത്മ്യം ശ്ലോകം ചൊല്ലും. ഞാൻ അതിന്റെ സാരം ചെറിയൊരു സാരം, മാഹാത്മ്യം ഇത്രയും ദിവസം ചെയ്തത്, അതിന്റെ പുണ്യം എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് 2 വാക്ക് പറയും. ഇങ്ങനെയാണ് അത് ഉദ്ദേശിക്കുന്നത്. മതി. സന്തോഷം എല്ലാവർക്കും കേട്ടോ. ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോണം. ശരി മച്ചേട്ടാ. ധ്യാനശ്ലോകം ചൊല്ലിയ തൃതീയവും പിന്നെ പാരായണം നടത്തിയ ദിൽസ, പ്രഭാഷണം നടത്തിയ ശ്രുതി മോള്,
അവരൊക്കെ നമ്മൾ വിചാരിച്ചിരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പോയി. സത്യം പറഞ്ഞാൽ ഭഗവത്ഗീതയൊക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. പരമേശ്വര സാറിന്റെ കാരുണ്യം കൊണ്ട് അത് ഇത്ര അധ്യായമുണ്ട് എന്നെല്ലാം കാരുണ്യത്തിന് ഒരു കുറവില്ല എന്നൊക്കെ അറിയാൻ സാധിച്ചു. ടീച്ചറുടെ ആ സാന്നിധ്യം കൊണ്ട് അത് അതിലും അപ്പുറത്തായി. നമ്മളെന്നും ഗീതയുടെ വിദ്യാർത്ഥികളാണോ? അതായത് എനിക്ക് തിരിച്ചറിയണ്ടേ, എനിക്ക് ടീച്ചറിനെ കൂടുതൽ പ്രായമുണ്ട്, പക്ഷെ പാഴായി പോയില്ലേ, ഗീത പഠിച്ചില്ല. ഭഗവത്ഗീത പഠിക്കണമായിരുന്നു, അത് പഠിക്കാൻ പറ്റില്ല. ഈ മോക്ഷസന്യാസ യോഗത്തെ പറ്റി ശ്രുതിമോള് ഇത്ര ഗംഭീരമായിട്ട് പറയുമെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. മോക്ഷവും സന്യാസവും യോഗവും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വിശദമായ വിശകലനത്തോടുകൂടി ശ്രുതിമോള് എല്ലാവർക്കും മനസ്സിലാകത്തക്ക വണ്ണം, പിന്നെ എന്നെ പോലുള്ള ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക് പോലും ശരിക്കും മനസ്സിലാകാത്ത വണ്ണം പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അതിൽ എനിക്ക് അങ്ങേയറ്റത്തെ ആദരവുണ്ട് ശ്രുതിമോളോട്. ചെറിയ കാര്യമല്ല, യജ്ഞവും ദാനവും തപസ്സും എന്തൊക്കെയാണെന്ന് വിച്ഛേദിച്ച് ശരിക്കും വിശകലനം ചെയ്ത് ഉദാഹരണ സഹിതം പറഞ്ഞു, ഒരു തപ്പും തടവും ഒന്നും കൂടാതെ. അതിനുവേണ്ടി ശ്രുതിമോള് തപസ്സനുഷ്ഠിക്കുക തന്നെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇല്ലെങ്കിൽ ഇതുപോലെ പറയാൻ പറ്റത്തില്ല. പരമേശ്വരല്ലേ വിഴുവോ? ഒന്നും തേച്ച് മിനുക്കി എടുക്കും. അപ്പം ഈ കുട്ടികളെ ഈ പരുവത്തിലാക്കി എടുക്കണമെങ്കിൽ ഒരു ഗുരുസാന്നിധ്യത്തെ കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. അതിന് പരമേശ്വരനോട് അങ്ങേയറ്റം കടപ്പെട്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാനായിട്ട് എന്നെ പഠിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും എൻ്റെ പാദ നമസ്കാരം, നന്ദിയോടെ നമസ്കരിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ടീച്ചറും ഏതാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി കൊടുക്കാനായിട്ട് ടീച്ചറും സഹായിച്ചു. ഇതൊക്കെ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായത് എനിക്കാ. ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, നന്ദി. ആകരുതേ, ആകണ്ട. മാമി കയറിയിട്ടുണ്ടായിരുന്നല്ലോ വീണ്ടും. ഞാൻ കേറിയിട്ടുണ്ട്. എനിക്ക് ഫ്ലോ ഉണ്ടെന്ന് പറഞ്ഞ് പോയതാ, അതിലില്ലെന്ന് പറഞ്ഞു മെസ്സേജ് വന്നു. ഞാൻ കേട്ടു. ആദ്യം കയറിയപ്പോ കുറച്ച് താമസം, എനിക്ക് ലിങ്ക് കിട്ടിയില്ലായിരുന്നു. മോളുടെ പ്രഭാഷണം കേട്ടു, നന്നായിരുന്നു. സുധിമോള് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട്. സുധിമോൾ നല്ല വിവരമുള്ള കുട്ടിയാണ്, എനിക്കറിയാം സുധിമോളെ പറ്റി. നല്ല നന്നായിരുന്നു, വളരെ എന്ന് പറയുന്ന ഇരുത്തം എന്നൊരു പ്രഭാഷകയാ. നല്ലൊരു വലിയ ആൾക്കാരെല്ലാം പറയുന്ന പോലെ നല്ലൊരു പ്രഭാഷണം പറയുന്നുണ്ട്. എല്ലാം ദൈവം അനുഗ്രഹിച്ചു കിട്ടിയതാണ്. ഇതെല്ലാം ജന്മനാ ഉള്ള സിദ്ധി ആയിരിക്കും, വേറെ ഒന്നും നമുക്ക് പറയാനില്ല. ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ചാൻഡ് ചെയ്ത മക്കൾക്കും ധ്യാനശ്ലോകം പറഞ്ഞ കുട്ടികൾക്കും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരിയോ. അടുത്ത ദിവസത്തെ പ്രോഗ്രാം നോക്കാം. നാളെ ധ്യാനശ്ലോകം ചൊല്ലുന്നത് അക്ഷര 18-ാം അധ്യായത്തിലെ 16 മുതൽ 28 വരെയുള്ള ശ്ലോകങ്ങള് പാരായണം ചെയ്യുന്നത് നികേത് ശ്രീനായർ. പ്രഭാഷണം നടത്തുന്നത് 2 കൊച്ചു കുഞ്ഞുങ്ങളാണ്, തീർത്ഥ മനോജ് ആൻഡ് പൂജ മനോജ്, 2 പേരാണ്. നാളെ അവർ 2 പേരും കുറേശ്ശെ ഒരു പ്രഭാഷണം, ഈ 16 മുതൽ 28 വരെയുള്ള ശ്ലോകത്തിന്റെ പ്രഭാഷണം കുഞ്ഞുങ്ങൾ വളരെയധികം ആഗ്രഹിച്ച് പല പ്രാവശ്യം ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഭാഗം തരാവോ. അപ്പോഴേക്കും നമുക്ക് ഇത്രയും ദിവസം മുന്നോട്ട് പോയതുകൊണ്ട് ആദ്യമുള്ള ഭാഗങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഏതായാലും ഇവിടെ തന്നെ ആവട്ടെ, അത് ഭഗവാന്റെ നിശ്ചയമായിരിക്കാം.
അത് 2 കുഞ്ഞുങ്ങളാണ് നാളെ അത് അവതരിപ്പിക്കുന്നത്. എല്ലാവരും നേരത്തെ കയറി എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഈ കൂട്ടുകാർക്ക് പറയാം കേട്ടോ. എല്ലാരും നന്നായിട്ട് പറഞ്ഞു. എല്ലാരും നന്നായിട്ട് അവതരിപ്പിച്ചു. എല്ലാരും അയ്യാട്ട് പറഞ്ഞു. എല്ലാരും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. 4 പേരും വളരെ നന്നായിട്ട് പറഞ്ഞു. പിന്നെ പ്രഭാഷണം പറഞ്ഞ മോള് നമ്മുടെ ഡെയിലി ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞപ്പോ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിട്ട് തോന്നി. എന്നെ പോലുള്ളവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിനകത്ത് പറ്റി. എല്ലാ ഈശ്വരാനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ആന്റി.